പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചാരത്തും ദൂരത്തും ഇരുന്ന് ഈ വോയിസ് മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. പ്രതിസന്ധികൾ നിറഞ്ഞ 2 ആഴ്ചക്കാലം നമ്മെ വിട്ടു കടന്നുപോയി. ദൈവം നമ്മെ അവന്റെ വിസ്താരമായ ചെറുകടിയിൽ സൂക്ഷിച്ചു, പരിപാലിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തയെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കാലം ആരാധന നടക്കുവാൻ കഴിയാത്ത നിമിത്തമായി നിങ്ങളുമായി ദൈവവചനം ഷെയർ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ പല സഹോദരങ്ങളുടെയും ആഗ്രഹപ്രകാരമാണ് ഇന്ന് പാൽക്കാലം ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് നൽകുവാൻ ഇടയായി തീർന്നത്. ഇന്ന് പാൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 41:10 വാക്യം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയമുള്ളവരെ, ഇന്ന് പാൽക്കാലം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച വചനമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 6 വിലയേറിയ വാഗ്ദത്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്തൊക്കെയാണ് 6 വാഗ്ദത്തങ്ങൾ? ഒന്നാമതായി പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 2, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം. 3, ഞാൻ നിന്നെ ശക്തീകരിക്കും. 4, ഞാൻ നിന്നെ സഹായിക്കും. 5, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 6, ഞാൻ നിന്റെ വലങ്കയ്ക്ക് പിടിക്കും. പ്രിയമുള്ളവരെ, 6 വിലയേറിയ വാഗ്ദത്തമുണ്ട്. എല്ലാം ചിന്തിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. അതിലെ ഫസ്റ്റ് വാഗ്ദത്തം നമുക്ക് നോക്കാം. ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മോട് പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നാം പലപ്പോഴും പലതും കണ്ടും കേട്ടും ഭയപ്പെടുന്നു പോകുന്നു. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോടെ അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് കൽപ്പിച്ചു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. നാഥനുമായി അവർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. കാറ്റും കടലും പ്രതിസന്ധിയായി അവർക്കെതിരായി എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്നൊരു വാക്കുണ്ട്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പലപ്പോഴും പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാഥ, ഞങ്ങൾ നശിച്ചു പോകാൻ പോകുന്നു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? പ്രിയമുള്ളവരെ, നാഥൻ നമ്മെ വിളിച്ചത് നശിക്കുവാനല്ല, നശിച്ചു പോകുവാനല്ല. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ഇന്ന് പലപ്പോൾ സത്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. ഇവിടെ നാഥൻ പടകിലുണ്ട്, അവരോട് കൂടെയുണ്ട്. എന്നിട്ടും അവർ ചോദിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകും എന്നുള്ള ഭയത്താൽ നിനക്ക് ഞങ്ങൾ നശിക്കുന്നതിൽ വിചാരമില്ലയോ എന്നാണ് അവരോട് ചോദിക്കുന്നത്, നാഥനോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് കൂടെയുള്ളപ്പോൾ എങ്ങനെയാണ് നാം നശിക്കുന്നത്? നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിച്ചൊരു വാക്യത്തിലുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്.
അവന്റെ വലങ്കരത്താൽ നമ്മെ പിടിച്ചിരിക്കുമ്പോൾ നമ്മെ നശിപ്പിക്കുവാൻ ഒന്നിനും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ കോവിഡ്-19 പ്രയാസത്താൽ ലോകമെമ്പാടുമുള്ള ജനം മുഴുവനും ഭയവിഹ്വലരായി കഴിയുമ്പോൾ ദൈവമക്കളെ, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ നാഥൻ നമ്മോട് കൂടെയുണ്ട്. 23 സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. കൂടിയിരുന്നുള്ള ഗുണമെന്താണ്? നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടും കൂടെയുണ്ടെങ്കിൽ സാഹചര്യം എന്തുമാകട്ടെ, ഏതുമാകട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വിലയേറിയ വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പൽക്കാലം ഈ കൊറോണയുടെ പ്രയാസം കൊണ്ട് നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഏകരായിരിക്കാം. കൂടെ സഹായിപ്പാൻ, സപ്പോർട്ട് ചെയ്യുവാൻ, ആശ്വസിപ്പിപ്പാൻ ആരും ഇല്ല എന്ന് വന്നേക്കാം. ഓർക്കുക, ദൈവത്തിന്റെ വചനം ഓർക്കുക, ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു. ദൈവം എന്നോടും നിങ്ങളോടും കൂടിയുണ്ടെങ്കിൽ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? ഈ ലോകത്തിൽ ഏതെല്ലാം കാറ്റുകളും ഓളങ്ങളും തിരമാലകളും നമ്മുടെ പടകിനെ മുക്കുമെന്ന് പറഞ്ഞ് ശക്തിയോടുകൂടി ആഞ്ഞടിച്ചാലും ഓർക്കുക, നാഥന്റെ സാന്നിധ്യം എന്നോടും നിങ്ങളോടും കൂടിയുണ്ട്. നാഥന്റെ സാന്നിധ്യം മറന്നിട്ടാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഓർക്കുക, നാഥൻ കൂടെയുള്ളപ്പോൾ എങ്ങനെ നാം നശിച്ചു പോകും? നശിപ്പാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ജീവിച്ചിരുന്ന് ദേശത്ത് ജീവനോടിരുന്ന് അവന്റെ സാക്ഷ്യത്തെ, അവന്റെ നന്മകളെ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അത്രേ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിലയേറിയ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ മുമ്പോട്ട് നോക്കുമ്പോൾ എങ്ങനെ നാം മുൻപോട്ട് കടന്നു പോകും? ആര് നമ്മെ സഹായിക്കും? ഈ പ്രയാസം നമുക്ക് നേരിടുമോ എന്നൊക്കെയുള്ള അനേക ആകുലത ചിന്തകൾ നമ്മെ ഭരിച്ചേക്കാം. ഓർക്കുക, നാഥൻ പറയുന്നു, പേടിക്കേണ്ട, I am with you, I will help you, I will strengthen you. ഇന്ന് പൽക്കാലം ഞാൻ എന്റെ ഷോർട്ട് മെസ്സേജ് ഇവിടെ ചുരുക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.